ഓക്കെ ഗൈസ്, ഈ ഒരു ഫോർമുല 1 ഡ്രൈവറിന് എല്ലാ ടീമുകൾക്കും വേണം. എന്നാൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഡ്രൈവറാണ്. എന്താണെന്നറിയത്തില്ല, ഈ ഒരു ഡ്രൈവറിന് എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്കിൽസ് ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ടീംസൊക്കെ ഇയാളെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. പല ടീമുകളും ഇയാളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഇയാൾ ഇപ്പോൾ നിലവിൽ അയാളുള്ള ടീമിനെ വിശ്വസിച്ച് അവിടെ തന്നെ നിന്നതുകൊണ്ടാണ് അയാൾ ഇതുവരെയും ഒരു ഫോർമുല 1 ചാമ്പ്യൻ ആവാത്തതും ഇതുവരെ അയാൾക്ക് അർഹിച്ച ഒരു സ്ഥാനം കിട്ടാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചാൾസ് ലെക്ലർക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ചാൾസ് ലെക്ലർക്ക് ഒരു ഫെറാറി ബോയിയാണ്. ഫെറാറിയുടെ യങ് ഡ്രൈവേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ കൂടെ കയറി വന്ന ഒരു സ്റ്റാറാണ്. റീസെന്റ് ടൈംസിൽ ഫെറാറിയിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല അടിപൊളി സ്കിൽ സെറ്റ് ഉള്ള ഒരു യങ് ഡ്രൈവറാണ് ചാൾസ് ലെക്ലർക്ക്. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മുടെ ലോറൻസ് സ്ട്രോൾ ഉണ്ടല്ലോ, ആസ്റ്റൺ മാർട്ടിന്റെ CEO, അയാൾ ചാൾസ് ലെക്ലർക്കിനെ സമീപിച്ചിരുന്നു ഇതുപോലെ സൈൻ ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ആ സമയത്ത് ചാൾസ് ലെക്ലർക്ക് ഫെൽ സംതിങ് ഫിഷി, അതുകൊണ്ട് ഫെറാറി വിട്ട് ആസ്റ്റൺ മാർട്ടിനിൽ പോയില്ല. പിന്നെ ഈ ഒരു അടുത്തിടെ ആയപ്പോഴത്തേന്, കഴിഞ്ഞ വർഷവും ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേന് വീണ്ടും ലോറൻസ് സ്ട്രോൾ ചാൾസ് ലെക്ലർക്കിനെ സമീപിച്ചിരുന്നു. കാരണം അടുത്ത വർഷം ഫെർണാണ്ടോ അലോൺസോ ഫോർമുല 1 വിടാൻ സാധ്യതയുണ്ട്, ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട്. അപ്പം ഫെർണാണ്ടോ അലോൺസോക്ക് പകരക്കാരനായിട്ട് ഒരു ഡ്രൈവറിനെ വേണം. പിന്നെ ഉള്ളത് റെഡ് ബുള്ളാണ്. റെഡ് ബുള്ളിന്റെ കേസ് ഈ ഒരു വെരി റീസെന്റ് ആണ് വന്നത്. കാരണം മാക്സ് വെർസ്റ്റാപ്പൻ ഫോർമുല 1 വിടുമെന്നൊക്കെ ഒരു റൂമർ ഉണ്ട് ഇപ്പം. അപ്പോൾ മാക്സ് പോയി കഴിഞ്ഞാൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ മാക്സിനോട് ഏകദേശമൊക്കെ അടുത്ത് വരുന്ന ഒരു സ്കിൽ സെറ്റ് ഉള്ള ഒരു ഡ്രൈവറും കൂടെയാണ് ചാൾസ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം റെഡ് ബുള്ളും ചാൾസിനെ സൈൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ സപ്പോസ് ഇപ്പം ചാൾസ് ലെക്ലർക്ക് ഫെറാറി വിട്ടുപോയി കഴിഞ്ഞാൽ ഫെറാറിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സൈനിങ് തോന്നുന്നത് ഒളിവർ ബിയർമാനാണ്. ഒളിവർ ബിയർമാൻ ഓൾറെഡി ഒരു ഫെറാറി ബോയിയാണ്. ഫെറാറി ഇതുപോലെ ചാൾസ് ലെക്ലർക്കിനെ പോലെ തന്നെ ഫെറാറി റിക്രൂട്ടാണ്. പക്ഷെ അവര് ഫെറാറിയിൽ ഒലിവർ ബിയർമാൻ ഒരു സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഹാസിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വിട്ടിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഈ ഫുട്ബോളിലൊക്കെ ലോണിന് വിടുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഫെറാറിയിൽ ഇപ്പോൾ ഒരു സീറ്റ് വന്നു കഴിഞ്ഞാൽ ഒലിവർ ബിയർമാനെ തിരിച്ചു കൊണ്ടുവരും. മെഴ്സിഡസ് മാക്സ് വെർസ്റ്റാപ്പനെ സൈൻ ചെയ്യണം. അതായത് തോത്തോ വോൾഫ് ഈ മാക്സുമായിട്ട് ഭയങ്കര ഒരു ധാരണയിലാണ്. വെർസ്റ്റാപ്പൻ റേസിംഗ് ഉണ്ടല്ലോ, അത് മെഴ്സിഡസിന്റെ കാറാണ്, മെഴ്സിഡസ് AMG ആണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, തോത്തോ വോൾഫിന് വെർസ്റ്റാപ്പൻ റേസിംഗിന് ഒരു സ്റ്റേക്ക് ഉണ്ട്, ചെറിയൊരു ഓണർഷിപ്പും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ അടുത്ത വർഷം മെഴ്സിഡസിന് വെർസ്റ്റാപ്പൻ ഫോർമുല 1 നിൽക്കുവാണെങ്കിൽ മെഴ്സിഡസ് സൈൻ ചെയ്ത് അടിപൊളിയായിരിക്കും. ഒരു ചാമ്പ്യൻഷിപ്പ് വിന്നിങ് കാറും കൂടെ ബിൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെർസ്റ്റാപ്പൻ മെഴ്സിഡസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വെർസ്റ്റാപ്പൻ ആ ഒരു ചാമ്പ്യൻ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യും.